അമ്പലത്തിൽ പോയാലോ ഗൈസ്? അങ്ങനെ ഇന്ന് അമ്പലത്തിൽ പോവാൻ വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അമ്മ പറയുന്നു പോവാന്ന്. അത് ഞാൻ പിന്നെ പോവാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എനിക്ക് വെച്ചാൽ പാവം എത്രയാണെന്ന് വെച്ചാൽ അതിനെ പറ്റിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും വൈകുന്നേരം പോവാൻ വിചാരിച്ചു. ഞാൻ ഐലൻഡർ പോയി എഴുതിയിട്ട് വരാം. ഇതിന് എഴുതിയ ശരിയാവില്ല. അങ്ങനെ ഐലൈനറൊക്കെ എഴുതി സെറ്റായി ഗൈസ്. എനിക്ക് മൊബൈലിൽ നോക്കിയിട്ട് ഐലൈനർ മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിൻ ടിൻറ്റും കൂടി ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കുറച്ച് ഒന്ന് ഇതാക്കി. പിന്നെ ഞാൻ എന്താ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്ത് ഗൈസ്. ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇച്ചിരി ജീവൻ വെച്ച പോലെ തോന്നിക്കും, അതുകൊണ്ടാണ് ബ്ലഷ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിരുകമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പൊട്ടും വെച്ച് കൊടുത്തു. പൊട്ടാണല്ലോ മെയിൻ. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു പൊട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായാലും ബിന്ദി ഈസ് സോ ഗുഡ്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ ഷെയ്ഡിലേക്ക് എൻ്റെ ഒരു ലിപ്പിൻ്റെ എക്സാക്ട് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിക്കലുണ്ട്. ലൈക്ക് നല്ലൊരു നൈസ് സിമ്പിൾ ഷെയ്ഡാണ്, അങ്ങനെ ഭയങ്കര ഓവറല്ല. അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കോംബോയാണ്. ഇറ്റ് ലുക്ക് വെരി പ്രിറ്റി. പിന്നെ മുടിയൊക്കെ ചീവി ഉടക്ക് കളഞ്ഞു. അതിന് ശേഷം ജുംക്ക് ഇട്ട് കൊടുത്തു. എങ്ങനെയുണ്ട്? നല്ല രസമില്ല എന്നിട്ട് പിന്നെ മുടി അങ്ങനെ കെട്ടണമെന്ന് അറിയില്ല, അതുകൊണ്ട് മുടി കൊണ്ട് സാഹസം കാണിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് മുടി ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പിരിച്ച് കെട്ടാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇങ്ങനെയൊക്കെ മതി, അമ്പലത്തിലല്ലേ പോണത്. മുടിയുടെ ടാസ്ക് കഴിഞ്ഞപ്പോൾ അടുത്തത് ഷോൾ എങ്ങനെ ഇടണ്ടേന്നുള്ള ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഷോൾ ഇങ്ങനെ ഇട്ടു, അത് പറ്റണില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് സൈഡ് ഇട്ടു, അതും പറ്റണില്ല. എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയില്ല, കുറച്ച് വീഡിയോസൊക്കെ ഇരിക്കട്ടെ വിചാരിച്ചു, നിങ്ങൾക്കെല്ലാം കൂടി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയ എന്നിട്ട് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രദക്ഷിണമൊക്കെ ചെയ്തു നമ്മൾ. ഇത് പൂർണ്ണത്രേശ്യ അമ്പലമാണ്. തൃപ്പൂണിത്തുറ ഉള്ളവർക്കൊക്കെ അറിയാം പൂർണ്ണത്രേശ്യ അമ്പലം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.